അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഹൗ ഡസ് എയർ പൊല്യൂഷൻ ഒക്കർ ബേസ്ഡ് ഓൺ ദ പൈ ഡയഗ്രാം പ്രിപ്പയർ എ നോട്ട്. അതായത് വായു മലിനീകരണം ഏതെല്ലാം രീതികളിലാണ് സംഭവിക്കുന്നത്, പൈ ഡയഗ്രാം അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ടെക്സ്റ്റിലുള്ള അതേ ഫിഗറാണ്, ടെക്സ്റ്റ് നോക്കുക. അതിൻ്റെ അകത്ത് ഓരോ പാർട്ടിക്കിൾസും എത്രത്തോളം വായു മലിനീകരണം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ് ആ ഒരു പൈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇത് ഇച്ചിരി വലിയൊരു ക്വസ്റ്റ്യൻ ആൻസറാണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് പക്ഷേ സിമ്പിളാണ്, വായിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. നോക്കിയുള്ളൂ. എയർ പൊല്യൂഷൻ അക്കേഴ്സ് ഡ്യൂ ടു വേരിയസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് നാച്ചുറൽ പ്രോസസ്സസ് ദാറ്റ് റിലീസ് ഹാംഫുൾ സബ്സ്റ്റൻസസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. എങ്ങനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ നടക്കുന്നത്? എയർ പൊല്യൂഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഡ്യൂ ടു വേരിയസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, വിവിധ തരത്തിലുള്ള മനുഷ്യ പ്രവർത്തനങ്ങളും പിന്നെ നാച്ചുറൽ പ്രോസസ്സസ്, നമ്മുടെ നാച്ചുറലായിട്ടുള്ള പ്രകൃതി പ്രതിഭാസങ്ങളും ഒക്കെ റിലീസ് ചെയ്യുന്നു. എന്ത്? ഹാംഫുൾ സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യുന്നു. എങ്ങോട്ട്? ഇൻ ടു ദ എയറിലോട്ട്. അതാണ് എയർ പൊല്യൂഷന് കാരണമാകുന്നത്. എയർ മീൻസ് അറ്റ്മോസ്ഫിയറിലോട്ട്. അതാണ് എയർ പൊല്യൂഷന് കാരണമാകുന്നത്. ഇനി നമുക്ക് ആ പൈ ഡയഗ്രം വിശകലനം ചെയ്ത് ഓരോന്നും എത്രത്തോളം എമൗണ്ട് ഓഫ് ഹാംഫുൾ സബ്സ്റ്റൻസ് ആണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളത്. ഒന്നാമത്തത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസും പൊടിപടലങ്ങളും 45% ആണ് അതുമൂലം എയർ പൊല്യൂഷൻ്റെ തോതെന്ന് പറയുന്നത്. എത്രയാണ്? 45%. കൺസ്ട്രക്ഷൻ സൈറ്റ്സ് ജനറേറ്റ് ദ ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ആ കൺസ്ട്രക്ഷൻ സൈറ്റാണ് ഏറ്റവും കൂടുതൽ ഡസ്റ്റ് പാർട്ടിക്കിൾ എത്താൻ വേണ്ടിയിട്ട് കാരണമാകുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റ്സ് ജനറേറ്റ് ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അത്രയും. ഇനി ബേണിംഗ് വേസ്റ്റ്, നമ്മൾ കത്തിക്കല്, ആ വേസ്റ്റൊക്കെ കത്തിക്കുന്നതിലൂടെ 17% ആണ് അറ്റ്മോസ്ഫിയറിൽ റിലീസാവുന്നത് ഈ ഹാംഫുൾ സബ്സ്റ്റൻസ്. അതെന്താ പറഞ്ഞിട്ടുള്ളത്? ദ ബേണിംഗ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ ബേൺ ചെയ്യുന്നതിലൂടെ ഇൻക്ലൂഡിങ് അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഈ ബേണിംഗ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസിൽ എന്തൊക്കെ വരുന്നു? പ്ലാസ്റ്റിക്, പേപ്പർ ആൻഡ് ഓർഗാനിക് മാറ്റർ റിലീസ് ടോക്സിക് പൊല്യൂട്ടൻസ് ഇൻ ദ എയർ. അതായത് പ്ലാസ്റ്റിക് സാധനങ്ങൾ അല്ലെങ്കിൽ പേപ്പർ പിന്നെ ഓർഗാനിക് മാറ്റർ, ജീവനുള്ള ഈ ഹോസ്പിറ്റൽസിലൊക്കെ കാല് കൈയൊക്കെ റിമൂവ് ചെയ്തിട്ട് അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിക് മാറ്റേഴ്സ് ഇതൊക്കെ നമ്മൾ കത്തിക്കുന്നതിലൂടെ എത്ര പെർസെൻറ്റേജ്? 17% ടോക്സിക് സബ്സ്റ്റൻസ് ആണ് എയറിൽ എത്തിച്ചേരുന്നത്. ടോക്സിക് പൊല്യൂട്ടൻസ് എയറിൽ എത്തിച്ചേരുന്നു. മനസ്സിലായല്ലോ. ഇനി ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ വാഹനങ്ങൾ വഴി 14% എയർ പൊല്യൂട്ടൻസ് നമ്മുടെ എയറിൽ എത്തിച്ചേരുന്നത്. നോക്കിയോളൂ. വെൻ ഓട്ടോമൊബൈൽ എൻജിൻസ് ആർ ഓപ്പറേറ്റഡ് യൂസിങ് ഫ്യൂവൽസ് ലൈക്ക് പെട്രോൾ ആൻഡ് ഡീസൽ. ഡീസൽ ഇങ്ങനെയുള്ള ഫ്യൂവൽസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓട്ടോമൊബൈൽ എൻജിൻസ് എന്ത് ചെയ്യുന്നു? സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ആർ റിലീസ്ഡ്. ഈ പറയുന്ന നമ്മുടെ പെട്രോൾ, ഡീസൽ ഇങ്ങനെയുള്ള ഫ്യൂവൽ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓട്ടോമൊബൈൽ എൻജിൻസ് എന്തൊക്കെയാണ് പുറത്തുവിടുന്നത്? സൾഫർ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നുണ്ട്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, പിന്നെ കാർബൺ മോണോക്സൈഡ്, പിന്നെ പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ചെറിയ സൂക്ഷ്മ കണികകൾ ഇതൊക്കെ പുറത്തുവിടുന്നുണ്ട്. മിക്സിംഗ് ഓഫ് ദം വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ. ഇതെന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് മിക്സ് ചെയ്യുന്നു. കോസസ് എയർ പൊല്യൂഷൻ. അത് എയർ പൊല്യൂഷന് കാരണമാകുന്നു. അടുത്തത് ഡീസൽ ജനറേറ്റർ. ഡീസൽ ജനറേറ്റർ 9% എയർ പൊല്യൂഷന് കാരണമാകുന്നത്. ഡീസൽ ജനറേറ്റേഴ്സ് എമിറ്റ് പൊല്യൂട്ടൻസ് സച്ചാസ്. ഇതിലെല്ലാം ഉള്ള കണ്ടന്റ് സെയിം ആണ് കേട്ടോ. ഇതിലും എന്താണ്? സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു എയർ പൊല്യൂഷൻ. ഡീസൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിലൂടെ സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡും അന്തരീക്ഷത്തിലെത്തുന്നു. ഇത് എയർ പൊല്യൂഷന് കാരണമാകുന്നു. ഇനി ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങൾ വഴി 8% എയർ പൊല്യൂഷനാണ് കാരണമാകുന്നത്. ഈ ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങൾ. Industrial activities release various pollutants including sulfur dioxide, nitrogen oxides and organic compounds. Industrial activities വേരിയസ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ്, അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇതൊക്കെ റിലീസ് ചെയ്യുന്നു. ഇത് എന്തിന് കാരണമാകുന്നു? എയർ പൊല്യൂഷന് കാരണമാകുന്നു. അടുത്തത് ഹോം കുക്കിംഗ്, ഗാർഹിക പാചകം. അതുവഴി 7% ആണ്. 7% എയർ പൊല്യൂഷന് കാരണമാകുന്നു. ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് ലൈക്ക് വുഡ്, കെറോസിൻ ആൻഡ് കുക്കിംഗ് ഗ്യാസ് കോസസ് എയർ പൊല്യൂഷൻ. നമ്മൾ കുക്കിംഗ് ഗ്യാസ് യൂസ് ചെയ്യുമ്പോഴും വുഡ് യൂസ് ചെയ്യുമ്പോഴും പിന്നെ കെറോസിൻ യൂസ് ചെയ്യുമ്പോഴും ഒക്കെ അതൊക്കെ ബേൺ ചെയ്യുമ്പോൾ അത് എയർ പൊല്യൂഷന് കാരണമാകുന്നു. മനസ്സിലായോ? അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളത്. മനുഷ്യൻ്റെ വിവിധ പ്രവർത്തനങ്ങളും പ്രകൃതി പ്രതിഭാസങ്ങളും വായു മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് പൊടിപടലങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ. എത്രയാണ്? 45%. അന്തരീക്ഷത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൊടിപടലങ്ങൾ എത്തുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെയാണ്. അടുത്ത രണ്ടാമത്തത് മാലിന്യങ്ങൾ കത്തിക്കൽ. അതുവഴി 17%.
എയർ പൊല്യൂഷന് കാരണമാകുന്നത്. എങ്ങനെയാണ്? പ്ലാസ്റ്റിക്, പേപ്പർ, ജൈവ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ളവ കത്തിക്കുന്നത് വായു മലിനീകരണം ഉണ്ടാക്കുന്നു. ഇനി മൂന്നാമത്തത് വാഹനങ്ങൾ മൂലമുള്ള വായു മലിനീകരണം 14%. വാഹനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുമ്പോൾ പുറത്തു വരുന്ന സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ എന്നിവ വായു മലിനീകരണം ഉണ്ടാക്കുന്നു. അടുത്ത നാലാമത്തത് ഡീസൽ ജനറേറ്റർ. അതുവഴി ഉണ്ടാകുന്ന വായു മലിനീകരണം എന്ന് പറയുന്നത് 9%. ഡീസൽ ജനറേറ്ററുകൾ വായു മലിനീകരണത്തിന് കാരണമാകുന്ന സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ എന്നിവ തുടങ്ങിയ വസ്തുക്കളെ പുറന്തള്ളുന്നു. അടുത്തത് വ്യവസായശാലകൾ വഴി 8%. വ്യവസായശാലകൾ സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സുകൾ, ഓർഗാനിക് സംയുക്തങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ മലിനീകരണ വസ്തുക്കളെ പുറത്തുവിടുന്നു. അടുത്തത് ഗാർഹിക പാചകം. അതെത്രയാണ്? 7%. വിറക്, മണ്ണെണ്ണ, പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇവിടെ വായു മലിനീകരണം അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞ മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വാട്ടർ പൊല്യൂഷനാണ് നോക്കാനുള്ളത്. ഒത്തിരി വലിയ ചാപ്റ്ററാണ് കേട്ടോ ഇത്.